ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായ ബി ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ ഈ വാർണിങ്സ് ഒക്കെ വായിച്ചു നോക്കുക. ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വാർണിങ്സുകളാണ്. 18+ മേലെയുള്ളവർ മാത്രം ട്രേഡിങ്ങിന് ഇരിക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡെമോ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കോൺഫിഡൻ്റ് ഒക്കെ നോളജ് ഉണ്ടാക്കുക. ഓക്കെ, ഈ വാർണിങ്സ് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, ഒരു കാര്യവും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിന്ന് നമ്മൾ എന്താ പറയുക ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസാണ്. ഓക്കെ, ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂസ്? ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് കൺട്രികളിൽ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിൽ ഓരോ കറൻസിയുടെയും, ഇപ്പം നമ്മുടെ രാജ്യത്തുണ്ടാവും RBIൻ്റെ ന്യൂസുകൾ. ഓക്കെ, RBIൻ്റെ മീറ്റിങ്ങുകൾ, അതിനെ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അതിനെ റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റ്, അവിടുത്തെ GDP അല്ലെങ്കിൽ മാർക്കറ്റ്, അല്ലെങ്കിൽ ഓരോ വസ്തുവിൻ്റെ വാല്യൂവിൻ്റെ ഏറ്റക്കുറച്ചിലുകളും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗോൾഡിൻ്റെ വില, അല്ലെങ്കിൽ USDTൻ്റെ നിരക്ക്, ബാങ്ക് പലിശ കൂട്ടി, ഓക്കെ, ഇൻട്രസ്റ്റ് കൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് മാർക്കറ്റ് ഇടിയാണ് ചെയ്യുന്നത്. പലിശ കുറച്ചു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറച്ചു എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുക? അപ്പിലേക്ക് പോവുക. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന എഫക്റ്റുകളെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ എന്താ പറയുക, ഒരു ബൈ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്തും ഓരോരോ രാജ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു അമേരിക്ക നടത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ നടത്തും, അല്ലെങ്കിൽ ബാങ്ക് നടത്തും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ RBI, അതുപോലുള്ള വേറെ രാജ്യങ്ങളിലാണെങ്കിൽ അതിനോട് ഹെഡ് ഓഫ് ദ ബാങ്കുകൾ, അല്ലെങ്കിൽ അവരുടെ കറൻസികളുടെ എന്താ പറയുക ഓർഗനൈസേഷൻസുകൾ, അങ്ങനെ, അല്ലെങ്കിൽ പാർലമെൻറ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ്റുകൾ നടത്തുന്ന മീറ്റിങ്ങുകളുടെ ബൈ പ്രൊഡക്റ്റിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റിനെയാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് എങ്ങനെയാണ് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനായിട്ട് പല വെബ്സൈറ്റുകളുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ന്യൂസ്, ഇപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്താ പറയുക, RBIൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ RBIൻ്റെ ഒരു മീറ്റിംഗ് നടത്തുന്നു, പ്രസ് മീറ്റിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്തുന്നു വെച്ചാൽ നമുക്ക് എത്രയോ ദിവസം മുമ്പേ അറിയാൻ പറ്റും, അല്ലേ? കാരണം ന്യൂസിൽ നമ്മുടെ പേപ്പറിൽ അറിയാൻ പറ്റും, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അറിയാം. ഞാൻ കുറച്ച് വലിച്ചു നീട്ടി പറയുന്നതാണ്, ആർക്കും ബുദ്ധിമുട്ട് തോന്നണ്ട. കാരണം നിങ്ങളെ അറിയുന്നവരെയല്ല ഇത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ബിഗിനേഴ്സിനെയാണ്, അറിയാത്തവരെയാണ്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് A to Z പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ന്യൂസ് ഫിൽറ്റർ ഉണ്ട്, ന്യൂസ് എന്ന് പറയുന്ന ഇതുണ്ട്, ന്യൂസ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു പ്രശ്നം നമ്മുടെ ട്രേഡിങ്ങിൽ വരും, ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്, ഇതാണത് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ളവർ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പാക്റ്റുകളെ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു RBIൻ്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ മീറ്റിങ്ങിന് നമുക്ക് 3-4 ദിവസം മുമ്പ് നമുക്കറിയാൻ പറ്റും. കാരണം ന്യൂസ് പേപ്പറിലൂടെയും അതുപോലെ പല മീഡിയകളിലൂടെയും നമുക്കറിയാൻ പറ്റും. ഇത് തന്നെയാണ് നമുക്ക് ട്രേഡിങ്ങിലും ന്യൂസിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ന്യൂസിൻ്റെ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ട്രേഡിങ്ങിൽ പ്രയോജനപ്പെടുത്താം, ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഇന്നലത്തെയാണ്. ഓക്കെ, ഇന്നലെ ഗോൾഡിൽ ഇവിടെ വലിയൊരു ന്യൂസ്. ഓക്കെ, 7:30 19:30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7:30 അല്ലേ? 7:30 ഇവിടെ വലിയൊരു ന്യൂസ് ഇമ്പാക്റ്റ് ഇവിടെ നടന്നുണ്ട്. വലിയൊരു ന്യൂസ് ഇമ്പാക്റ്റ് നടന്നു. അതിനുശേഷം മാർക്കറ്റ് അടിച്ച് മേലോട്ട് ഹൈ ആയിട്ട് മേലോട്ട് പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റ് നമ്മളിപ്പോൾ സെല്ലിലേക്കാണ് അല്ലെങ്കിൽ നമ്മൾ ഡൗണിലേക്കാണ് ട്രേഡ് എടുത്തെങ്കിൽ ഈ ഒരു ഇമ്പാക്റ്റ് നമുക്കത് എന്ത് ചെയ്തേനെ? നമുക്കത് എഫക്റ്റ് ചെയ്തേനെ, നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയേനെ. ഇനി നമ്മൾ അപ്പിലേക്കാണ് എടുത്തെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടണേ. പക്ഷേ ഇവിടെ അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രെഡിക്റ്റ് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയി ആ ന്യൂസിൻ്റെ ഇതൊക്കെ നോക്കി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനു മുമ്പ് ഒരു ബിഗിനർ എന്ന നിലയിൽ ഇതിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബൈ ചാൻസ് നമ്മൾ ഡൗണിലേക്കാണ് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകുമായിരുന്നു. അത് നമ്മുടെ ഏത് സോഫ്റ്റ്വെയർ ഇട്ടാലും ചിലപ്പോൾ ഇത് ഡൗണിലേക്കാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വാഷ് ഔട്ടായി പോയേനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ന്യൂസ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
നമ്മുടെ പുതിയൊരു അൽഗോ വരുന്നുണ്ട്, ന്യൂ അൽഗോ വരുന്നുണ്ട്, അതിൽ ന്യൂസ് ഫിൽറ്ററും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ ഒരു സംഗതി, ഞാനിപ്പോൾ ഈ പറയുന്ന സംഗതികളൊന്നും നമ്മൾ കുത്തിയിരുന്ന് നോക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി നോക്കാം. പക്ഷേ പുതിയ അൽഗോയിൽ ന്യൂസ് ഫിൽറ്ററും കൂടെ ആഡ് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂസിന് 15 മിനിറ്റ് മുമ്പ് അത് സ്റ്റോപ്പ് ആവും. അത് പിന്നെ ട്രേഡ് എടുക്കില്ല. ന്യൂസ് കഴിഞ്ഞ് 15 മിനിറ്റ്, അതായത് നമ്മൾ 15 മിനിറ്റോ 5 മിനിറ്റോ എന്തെങ്കിലും, ഓക്കെ, വാട്ട് എവർ തിങ്സ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് പിന്നെ സ്റ്റാർട്ട് ആവുള്ളൂ. അത് ന്യൂ അൽഗോ, പുതിയ അൽഗോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർക്ക്, മാനുവൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലുള്ള വാൽഗോ ചെയ്യുന്ന ആൾക്കാർക്ക്, എല്ലാവർക്കും, ആരൊക്കെ ട്രേഡ് ചെയ്യുന്നോ അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡാണ് നമ്മൾ ന്യൂസ് എന്ത് ചെയ്യണത്, നമ്മൾ നേരത്തെ അറിയേണ്ടത്. ഓക്കെ, നമുക്ക് ഏത് ഇതിലും നോക്കാം. ബിറ്റ് കോയിനിലായാലും അതുപോലെ തന്നെ ബിറ്റ് കോയിനിലായാലും ഗോൾഡിലായാലും ഈ ഒരു ന്യൂസും കാര്യങ്ങളും, ഈ ഫ്ലക്ച്വേഷൻ കണ്ടോ, ഇവിടെ നോക്കി ഇത്രയും വലിയൊരു ഡൗൺഫ്ലോ വന്ന് കണ്ടോ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് ന്യൂസ് നമ്മൾ നോക്കുന്നത്. 1 മിനിറ്റ് ഞാനൊന്ന് 7:30 നോക്കിയേ, 7:30 നോക്കിയേ, ഇവിടെ 7:30 നോക്കിയേ, ഇവിടെ ഒരു ഹൈ ഫ്ലക്ച്വേഷൻ വന്നതുണ്ടോ അവിടെ ഉണ്ടോ? അപ്പോൾ ഈ ന്യൂസ് ഇപ്പോൾ എല്ലാത്തിനും അത് എഫക്റ്റ് ചെയ്യും. USD ഉള്ള എല്ലാത്തിനും അത് എഫക്റ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഏത് കറൻസിനെയാണോ അത് പ്രദാനം ചെയ്യുന്നത്, ആ കറൻസിയിൽ വരുന്ന എല്ലാത്തിനും എന്ത് ചെയ്യും, അത് ഡിഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നേരത്തെ തിരിച്ചറിയാം. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് വെച്ചാൽ, നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേരാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, ഫോറക്സ് ഫാക്ടറി. ഓക്കെ, ഫോറക്സ് ഫാക്ടറി. ഓക്കെ, ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ ഇത് കാണാം. നിങ്ങൾ ഈ സിമ്പിളും കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ഈ ഫോറക്സ് ഫാക്ടറിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇതേപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഇന്ന് മാർക്കറ്റ് സാറ്റർഡേ ആണ്, മാർക്കറ്റ് ക്ലോസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇവിടെ ഈ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ലോഗിൻ വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം, ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെയും ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഈ ഒരു എന്താ പറയുക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ടൈം സോൺ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ടൈം സോൺ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടൈം സോൺ എന്താണ്, +5:30 ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി. ഓക്കെ, ശ്രദ്ധിക്കുക, +5:30 വേറെ ഉണ്ട്. ഓക്കെ, വേറെ ഉണ്ട് +5:30. പക്ഷെ നമ്മുടെ എന്താണ്, +5:30 ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി. ഇത് സെലക്ട് ചെയ്യുക. ടൈം ഫോർമാറ്റ് 24 hours വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. 14, 15 അങ്ങനെ വരും. ഓക്കെ, 12 കഴിഞ്ഞാൽ 13, 14, 15 വരും. ഇല്ലെങ്കിൽ AM PM കൊടുക്കാം. അതിനുശേഷം സേവ് സെറ്റിങ്സ്. ഓക്കെ, ഇതായിരിക്കണം നമ്മുടെ ഫോറക്സ് ഫാക്ടറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഇതിൻ്റെ ഏറ്റവും മേലെ നോക്കിയേ, ഇവിടെ ഫോംസ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ട്രേഡ്സ് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവർ നിങ്ങൾക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യും. സിഗ്നൽസ് നമ്മൾക്ക് വേണമെങ്കിൽ നോക്കാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ അതിലൊക്കെ ഒന്നും പോകണ്ട, നിങ്ങൾക്കറിയാം. ഓക്കെ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ന്യൂസ് ഇവിടെ കണ്ടോ, ഇവിടെ ന്യൂസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് നോക്കാൻ പറ്റും, വായിക്കാൻ പറ്റും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഓക്കെ, നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ കലണ്ടർ. നമ്മളൊരു കലണ്ടറിൽ നമ്മൾ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഴയ കാലത്തൊക്കെ നമ്മൾ ആ കലണ്ടറിൻ്റെ ആ ഡേറ്റിൻ്റെ താഴെ ചെറുതായിട്ട് എന്തെങ്കിലും എഴുതി വെക്കും. ഓക്കെ, വെഡ്ഡിങ്, ഓക്കെ, ഇന്ന ആളുടെ വെഡ്ഡിങ്, അല്ലെങ്കിൽ ഇന്ന ബർത്ത്ഡേ, അല്ലെങ്കിൽ ഇന്ന ഇത് എന്ന്. ഇപ്പോൾ മൊബൈലൊക്കെ വന്നതുകൊണ്ടാണ് എന്ത്, നമ്മൾ മൊബൈൽ സേവ് ചെയ്യും. അതിന് മുമ്പ് കലണ്ടറിലായിരുന്നു നമ്മൾ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അവരൊക്കെ എന്താ ചെയ്തതെന്ന് എഴുതി വെച്ചത്. അതേപോലെ ഇവിടെയും നമുക്ക് കലണ്ടറിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കലണ്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കലണ്ടറാന്ന് വയ്ക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഡേറ്റ് എന്ന് പറഞ്ഞിട്ടോ. ഇതേപോലെ കലണ്ടറിൽ ഓരോ ഡേറ്റിലും നിങ്ങൾക്ക് എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയല്ല കാണുക, നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരിക. ഇങ്ങനെയാണ് മൊത്തം ഇങ്ങനെ വരിക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ കലണ്ടറിൽ കണ്ടോ, മൺഡേ August 18 എന്തൊക്കെ പരിപാടികളുണ്ട്,
അല്ലെങ്കിൽ ഡയറിയിൽ നമ്മൾ ഡയറി എഴുതുന്നില്ല, അതേപോലെയാണെന്ന് വിചാരിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്നത്തെ ഡേറ്റ് 23 ആണ്. ഓക്കെ, ഇന്നലെ 22, നമ്മൾ 22 വിചാരിക്കുക. 22 ഓഗസ്റ്റ് 22 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു, നമ്മൾ കലണ്ടറിലാണ് നമ്മുടെ മെയിൻ ഇരിക്കുന്നത്. ഓക്കെ, കലണ്ടറിൽ നോക്കി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പോയിട്ട് ഫിൽട്ടർ എന്ന് പറഞ്ഞത് നോക്കി, ഇതിൻ്റെ ഇങ്ങേയറ്റത്ത് ഫിൽട്ടർ. ഇത് മൊബൈലിലും നിങ്ങൾക്ക് നോക്കാം കേട്ടോ, സിസ്റ്റത്തിൽ മാത്രമല്ല മൊബൈലിലും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ്, കാരണം ഗൂഗിളിലല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇവിടെ നിങ്ങൾക്ക് റെഡ് കാണാം, അതുപോലെ തന്നെ ഓറഞ്ച് കളറിൽ കാണാം, പിന്നെ യെല്ലോ കളറിൽ കാണാം. ഓക്കെ, ഓക്കെ, റെഡ് കളറ്, ഓറഞ്ച് കളറ്, യെല്ലോ കളർ. ഇതെന്താണ് പ്രതിദാനം ചെയ്യണമെന്ന് വെച്ചാൽ, എന്താണ് വാട്ട് ഈസ് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് കളർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ ഇമ്പാക്റ്റ് ആവുന്ന ന്യൂസുകളാണ്. ആ സോണിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ്. ഹൈലി എന്താ പറയുക, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണത്, ഈ റെഡ് കളർ. ഓക്കെ, ഈ റെഡ് കളർ എങ്ങനെയാണ്, 6 o'clock കണ്ടോ, 6 PM നമ്മുടെ ഇന്ത്യൻ സമയമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ 6 PM നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ സമയം. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ, നിങ്ങൾ വേറെ ഇപ്പോൾ ദുബായിലാണെങ്കിൽ ദുബായിലെ ടൈം നിങ്ങൾ സെറ്റ് ചെയ്യണം, അല്ലാതെ ഇന്ത്യൻ ടൈം കൊണ്ടേ സെറ്റ് ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ദുബായ് ടൈം സെറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ ബൈനറിയിലാണെങ്കിലും ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ, ബൈനറിയിൽ നമുക്ക് OTC ചെയ്യാം, ലൈവും ചെയ്യാം അല്ലേ? അതിൽ ബൈനറിയിൽ ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നോക്കാം. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കറൻസികൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇത് നോക്കേണ്ടി വരും. നമ്മൾ ഫോറക്സ് മറ്റേ ഗോൾഡ്, ബിറ്റ്കോയിൻ അത് ചെയ്യുമ്പോൾ, ക്രിപ്റ്റോ ചെയ്യുമ്പോൾ ഇത് നോക്കേണ്ടി വരും. ഓക്കെ, ഇത് ഈ ഒരു ന്യൂസിൻ്റെ ഇത് നോക്കുന്നത് അതിപ്രധാനമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ യെല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റെഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഹൈ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന ഏരിയയാണ്. ഓറഞ്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അത്ര അല്ലെങ്കിലും, അത്ര റെഡിൻ്റെ അത്ര ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യമുണ്ട് ഫ്ലക്ച്വേഷൻ. യെല്ലോ എന്ന് പറഞ്ഞാൽ ഓക്കെ, ദാറ്റ് ഈസ് കോമൺ മീറ്റിംഗ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഹൈ ഫ്ലക്ച്വേഷൻ ഉള്ളത് മാത്രമാണ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഈ ഓറഞ്ച് വേണ്ട, നമുക്ക് ഈ അതുപോലെ തന്നെ യെല്ലോ വേണ്ട. ഹൈ ഫ്ലക്ച്വേഷൻ എവിടെ ഉണ്ടാവും, കാരണം അവിടെയാണ് നമുക്ക് പ്രശ്നം വരിക, അതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ നോക്കി അപ്നെസ്റ്റ് എന്നുണ്ട്, സെർച്ച് ഇവൻ്റ് എന്നുണ്ട്, ഫിൽട്ടർ കണ്ടോ, ഇവിടെ കണ്ടോ ഫിൽട്ടർ. ഈ ഫിൽട്ടറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ഞാനിങ്ങനെ ഇഴഞ്ഞാണ് സംസാരിക്കുന്നത്, ഇഴഞ്ഞാണ് ഇങ്ങനെ പോകുന്നത്. താല്പര്യമുള്ള കുറച്ച് ഫാസ്റ്റ് അടിച്ച് പോയിക്കോ. ഇല്ലാത്തവർ, ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്നു, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, ഒന്നും അറിയാത്ത ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഡെപ്തായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഫിൽട്ടറിൽ പോയി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഫിൽട്ടറിൽ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഇവിടെ കണ്ടോ, ഇത്രയും ഇതുണ്ട്. ഇത് അൺടിക്ക് ചെയ്യുക, ഈ യെല്ലോ അൺടിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടത് ഓറഞ്ച് അൺടിക്ക് ചെയ്യുക. നമുക്ക് എന്താണ് വന്നത്, ഇവിടെ റെഡ് മാത്രം. അതുപോലെ തന്നെ കറൻസി, നിങ്ങൾ ഏത് കറൻസിയിലാണോ ട്രേഡ് ചെയ്തെടുക്കുന്നത് ആ കറൻസി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാത്രം USD മാത്രം നമുക്കാക്കിയിട്ട് നമുക്ക് അപ്ലൈ ഫിൽട്ടർ കൊടുക്കാം. അപ്പോൾ USD റിലേറ്റഡ് ആയിട്ടല്ലേ, USD റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഗോൾഡ് വരുന്നത്. USD അല്ലേ ഗോൾഡ് വരുന്നത് USD റിലേറ്റഡ് ആയിട്ടാണ്. പല കറൻസികളും USD റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ. പക്ഷേ നമുക്ക് അങ്ങനെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, USD റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഇവിടെ വന്നു. ഇതിലെന്താ വന്നു, ഗോൾഡ് വന്നു, ബിറ്റ്കോയിൻ വന്നു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വന്നു USD ആയിട്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബൈനറിയും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഇത് മുഴുവൻ കൊടുക്കും. ഇപ്പം നോക്കിയേ, ഒരുപാട് വന്നു അല്ലേ, ഒരുപാട് ഇവിടെ വന്നു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഏതാ ഡേറ്റിലാണ് നിൽക്കണേ, ഫ്രൈഡേ ഓഗസ്റ്റ്, ഇന്നലത്തെ ഡേറ്റിലാണ് ഞാൻ പറയുന്നത്. ഇന്ന് സാറ്റർഡേ ആണ്, പക്ഷേ ഇന്നലത്തെ ഡേറ്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് നോക്കിയേ, ഓഗസ്റ്റ് 21 ഉണ്ട്, 20 ഉണ്ട്, 19 ഉണ്ട്, ഓഗസ്റ്റ് 22 ഉണ്ട്, ഓഗസ്റ്റ് 23 എന്നുവെച്ചാൽ സാറ്റർഡേ ഇന്നത്തെ ഉണ്ട്. നമുക്ക് ഇന്നലത്തെ നോക്കാം. കാരണം ഇന്നലത്തെ ആണല്ലോ നമുക്ക് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ചാർട്ടിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇതേപോലെ ഫിൽറ്റർ ഓൺ ചെയ്ത് നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ തലേദിവസം 21 നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, 20 നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റും. 18 നോക്കിയാലും നമുക്ക് ഈ 23 കാണാം, 22 23 കാണാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൈഡേ നമ്മൾ രാവിലെ നോക്കുന്നു, ന്യൂസ് എടുത്ത് നോക്കുന്നു, ഇന്നത്തെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ ന്യൂസ് എന്താണുള്ളത് നോക്കും. അപ്പോൾ നമുക്ക് കാണാം 7:30 കണ്ടു റെഡ് അലർട്ട് ഉണ്ട് ഇവിടെ. ഓക്കെ, ഫെഡ് പവൽ സ്പീക്കർ എന്താണെന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ CPS ഓക്കെ FCPS ഓക്കെ. ഇപ്പോൾ 7:30 PM ഇവിടെ റെഡ് അലർട്ട് ഉണ്ട്. ഓക്കെ, 7:30. അപ്പോൾ ഈ 7:30 PM നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡ് എടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ട്രേഡ് എടുക്കരുത്. ആ റെഡ് നമുക്ക് സ്റ്റോപ്പ് വന്നിരിക്കണം. അപ്പോൾ ഈ 7:30 PM എന്താണ് സംഭവിച്ചത് അത് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇന്നലത്തെയാണ്, നമുക്ക് ചാർട്ട് ഇന്ന് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്ത് പോകും. അപ്പോൾ അതിൽ ഇന്ന് ഒരു മിനിറ്റ്, ഇന്ന് 23rd ആണ് ഇവിടെ, 23rd ആണ്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ നോക്കണം. യെസ്റ്റർഡേസ് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ 7:30. 7:30 1930 എന്ന് പറഞ്ഞാൽ എന്താണ്? 7:30 അല്ലേ? ഓക്കെ, 7:30 കണ്ടോ? ഗ്യാപ്പപ്പാണ്, ഗ്യാപ്പപ്പും കൂടെ വന്നിട്ട് 7:30 മാർക്കറ്റ് പോയ പോക്ക് നോക്കിയ. ഇനി നമ്മളതൊരു 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് ഇട്ടെങ്കിൽ കാണാം. എവിടെ പോയിരുന്നു? 22 14 നോക്കിയേ 7:30 സംഭവിച്ചെന്ന് നോക്കിയേ. ഇനി നമ്മളെങ്ങാനും ഡൗണിലേക്ക് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു കാര്യം? വാഷൗട്ടായില്ലേ ഇവിടെ. ഇനി അപ്പിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പറയുക, ഇവിടെ ഫ്ലാഗിൻ്റെ ഇതാണ് വന്നത്, ഫ്ലാഗിൻ്റെ ഇത് വന്ന് അതിനെ ഫ്ലാഗിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ് ട്രെൻഡാണ്. അതൊക്കെ ഓക്കെ, അതൊക്കെ നമ്മുടെ സ്ട്രാറ്റജികളാണ്. പക്ഷേ നമ്മൾ ഒരു അൽഗോയോ അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ടോ ചെയ്യുകയാണെന്നെങ്കിൽ നമ്മൾക്ക് എന്ത് പറ്റിയേനെ? നമുക്കിവിടെ ലോസ് സംഭവിച്ചേനെ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഒരു ഫ്ലാഗാണ്. ഓക്കെ, ഇവിടെ ഫ്ലാഗ്, ഈ ഫ്ലാഗിൻ്റെ ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോയി ഇവിടെ നമ്മൾ എൻട്രി കൊടുക്കുന്നു. ഇവിടെ എൻട്രി ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എൻട്രി കൊടുക്കുന്നു. ആറാംസെ നമുക്ക് ഈ ഫ്ലാഗിൻ്റെ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഇത് എൻട്രി കണ്ടോ? ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ഒരു ഗ്യാപ്പ് നോക്കിയോ, ഈ ഇത്രയും ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ സ്ട്രാറ്റജി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ 7:30 ഇത് എവിടെയുണ്ട്? എവിടെ പോയി? 7:30 കണ്ടോ? ഈ ഒരു ഇത് നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കരുത്. അടുത്ത എത്രയാണ്? അന്ന് ദിവസം 10:35 പ്രസിഡന്റ് ട്രംപ് സ്പീക്കാണ്. USD റിലേറ്റഡ് ആണ് അത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 10:35 എന്ത് സംഭവിച്ചു? 10:35 ഞാനൊരു 1 മിനിറ്റിലേക്ക് ഇട്ടെ. ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായി? 10 അല്ലേ? 10:35 വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഓക്കെ, വലിയ മാർക്കറ്റിൽ അധികം പ്രശ്നമില്ലാത്ത ഒരു എന്താ പറയുക, നോക്കിയേ, പ്രശ്നമില്ലാത്തൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പതുക്കെ അതായി. പക്ഷേ നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോട് ന്യൂസ് പറഞ്ഞു, അവിടെ നിങ്ങൾ പോയിട്ട് ട്രേഡ് എടുക്കാൻ നിൽക്കണ്ട. കാരണം അവിടെ എന്തെങ്കിലും ഈ പ്രസിഡന്റ് എന്തെങ്കിലും സ്പീക്കിൽ വേറെ എന്തെങ്കിലും
ഒരു എന്താ പറയുക USD അതിൻ്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ഹൈ നെഗറ്റീവോ വന്നു കഴിഞ്ഞാണെങ്കിൽ അവിടെ മാർക്കറ്റ് ഹൈ ഫ്ലക്ച്വേഷൻ ആയതിനെ. അപ്പോൾ അതങ്ങനെ സംഭവിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ന്യൂസിന് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ന്യൂസ് നമുക്ക് അലർട്ട് തന്നിരിക്കുന്നത് ആ ഭാഗത്ത് നിങ്ങൾ പോയിട്ട് വെറുതെ കൊണ്ടുപോയി കൈ കൊടുക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ന്യൂസ് നമ്മളോട് നേരത്തെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ പുതിയ ന്യൂ അൽഗോ വരുന്നുണ്ട്. ന്യൂ അൽഗോയിൽ നമ്മളോട് നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ട്രെൻഡ് ഫോളോ ആണ്. ട്രെൻഡ് ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ട്രെൻഡ് ഫോളോ നമ്മൾ മൈൻഡിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇങ്ങനെ ഒരു ട്രേഡ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ മീൻസ് ഐ ആം ഹാപ്പി എന്നുള്ള ഇങ്ങനെ ഒരു ട്രേഡ്. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ക്യാപിറ്റൽ ഒരു 1 lakh rupees ഉണ്ടെന്ന് വെക്കുക. 1 lakh ഉണ്ടെന്ന് വെക്കുക. 1 lakhൻ്റെ 10% എത്രയാണ്? 10,000. ഓക്കെ, ഞാനത് 5% വെക്കുന്നു വെക്കുക. അപ്പോൾ 5000 രൂപയാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ന്യൂ അൽഗോയിൽ 5% എന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെക്കും. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ നോക്കി, ഈ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ നോക്കി, നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് ഇതാക്കിയിട്ട് നോക്കണം. നിങ്ങളിനി ദുബായിലാണെങ്കിൽ ദുബായിലെ ടൈം സോണിലേക്ക് നിങ്ങളുടെ ടൈം സോൺ മാറ്റണം. ഓക്കെ, ഇവിടെ പോയിട്ട് ദുബായിൽ ഏതാണ് ടൈം, എത്രയാണ്, +3 4 ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച്. ഇനി മോസ്കോയിലാണെങ്കിൽ നിങ്ങളത്, കുവൈത്തിലാണെങ്കിൽ നിങ്ങൾ ഇതാണ് കൊടുക്കേണ്ടത്, +3. ഇവിടെ റിയാദിലാണെങ്കിൽ ഇത്. ഓക്കെ, അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ ഇവിടെയുണ്ട്. ഓക്കെ, നിങ്ങൾ ഏത് രാജ്യമാണോ ഇരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ടൈമിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നല്ല ഇവിടെ വിഷയം. മനസ്സിലായോ? ബൈനറിയിലാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ടൈമിൽ, ബൈനറിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നോക്കാൻ വേണ്ടി ഇന്ത്യൻ ടൈമിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. പക്ഷേ ഫോറക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിൽ നിന്നൊക്കെ ചെയ്യുക. കാരണം ഫോറക്സ് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഇത് നിങ്ങൾ എടുക്കാനുള്ളത് മറക്കരുത്. ഓക്കെ, നിങ്ങൾ ഹോങ്കോങ്ങിലാണെങ്കിൽ +8. ഓക്കെ, കോലാലംപൂറിലാണെങ്കിൽ അത്. ഓക്കെ, +8 രണ്ടും ഒരേപോലെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്താണല്ലോ ആ രാജ്യത്തിൻ്റെ പേരുണ്ടെന്ന് നോക്കുക. സിംഗപ്പൂരാണെങ്കിലും അത് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം +8 ആണല്ലോ എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആ രാജ്യത്തിൻ്റെ പേര് അതിലുണ്ടാവും, അതിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക, കറക്റ്റായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ന്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ട്രേഡിങ്ങിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കത്തി വെക്കുന്നില്ല. താല്പര്യമുള്ളവർ നമ്മുടെ ജോയിൻ ചെയ്യുക, ബൈനറി ട്രേഡിങ്ങിന് ജോയിൻ ചെയ്യുക. കോട്ടക്സിൻ്റെ ട്രേഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് VIP ഗ്രൂപ്പുണ്ട്, നല്ലതായിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തുകൊള്ളുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നമ്മുടെ മായ ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഫോറക്സിന് താല്പര്യമുള്ളവർ ഫോറക്സിൽ ജോയിൻ ചെയ്തോളൂ. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അൽഗോ ട്രേഡിംഗ് ആണ്, അല്ലാതെ ഫോറക്സ് ട്രേഡിംഗ് അല്ല, അൽഗോ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അൽഗോ ട്രേഡിംഗ് താല്പര്യമുള്ളവർ അതിനെ അങ്ങനെ ചെയ്തോളുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതിനായാലും എന്ത് ചെയ്താലും ന്യൂസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു.